ഹലോ സ്റ്റുഡൻസ്, BNSൻ്റെ അകത്ത് വരുന്ന ഒഫൻസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി എന്നുള്ളൊരു ചാപ്റ്ററിൻ്റെ അകത്തുള്ള 5 ഒഫൻസുകളെയാണ് നമ്മൾ ഇന്നൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. 5 ഒഫൻസുകൾ എന്ന് പറയുമ്പോൾ തെഫ്റ്റ്, സ്നാച്ചിങ്, എക്സ്റ്റോർഷൻ, റോബറി, ഡക്കോയിറ്റി. ഈ 5 ഒഫൻസുകളെ നമ്മൾ ക്ലബ് ചെയ്തുകൊണ്ട് നമ്മളിത് എന്തൊക്കെയാണെന്നൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരു ഒഫീഷ്യൽ ക്ലാസ് ആയിട്ടൊന്നും കാണണ്ട, അതിൻ്റെ ഒരു ഡിഫറൻസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി വേ ആയിട്ട് ഈ ക്ലാസ്സിനൊന്ന് കണ്ടുപോയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അതിലെ ഒഫൻസുകളൊന്ന് നോക്കാം. ആദ്യമേ തന്നെ തെഫ്റ്റ് എടുത്ത് നോക്കുക. തെഫ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒഫൻസാണ്. ഓക്കെ, ഒരുപാട് വയലൻസ് ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ ഒഫൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലേഡി ബാഗുമായിട്ട് നിൽക്കുന്നു, ആ ബാഗ് കീറി അവരറിയാണ്ട് അതിൽ നിന്നുള്ള പൈസ ഡിസോണസ്റ്റ്ലി ടേക്കിംഗ് അവേ എ മൂവബിൾ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അവരുടെ മാല, തൊണ്ടി മുതലും ദൃസാക്ഷിയിലും കാണുന്നില്ല, മാല ഇങ്ങനെ പതുക്കെ മുറിച്ച് അത് പതുക്കെ ഇങ്ങനെ എടുക്കുന്നു. ഇതൊക്കെ നമുക്ക് തെഫ്റ്റിൻ്റെ അടിയിൽ പറയാം. ഇനി സ്നാച്ചിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തട്ടിപ്പറിക്കുക. ഈ ബാഗ് ഇങ്ങനെ കീറി പതുക്കെ ഇതിൽ നിന്ന് പൈസ എടുക്കുന്നതിന് പകരമായിട്ട് ഞാൻ ഇവരുടെ ബാഗ് പെട്ടെന്ന് ഇങ്ങ് തട്ടിപ്പറിച്ചു, കൊണ്ടുപോടി. ഇതെന്തായി മാറും? ഇത് സ്നാച്ചിങ് എന്നുള്ള ഒഫൻസായിട്ട് മാറും. ഇത് IPCയിൽ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, BNSൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒഫൻസാണ് സ്നാച്ചിങ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം വരുന്നതാണ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്? നമ്മളൊരാളെ പേടിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് പൈസ അല്ലെങ്കിൽ വാല്യൂബിൾസ് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഈ തെഫ്റ്റിലും എക്സ്റ്റോർഷനും ആദ്യമേ നിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, തെഫ്റ്റിൽ ഒരു മൂവബിൾ പ്രോപ്പർട്ടിയെ എടുക്കാൻ സാധിക്കുള്ളൂ. ഒരാളുടെ മാല, ബാഗ്, വണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന പ്രോപ്പർട്ടി, അതാണ് മൂവബിൾ പ്രോപ്പർട്ടി. ഇതിനെതിരെ മാത്രമേ നമുക്കത് കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ തെഫ്റ്റ്. ഒരാളുടെ വീട് നമുക്ക് തെഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒരാളുടെ വീട് നമുക്ക് എക്സ്റ്റോർട്ട് ചെയ്യാം, പീഡിപ്പിച്ച് കരസ്ഥമാക്കാൻ സാധിക്കും. ഓക്കെ, താങ്കളെ പറ്റിയിട്ടുള്ളൊരു രഹസ്യ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഈ വീഡിയോ ഞാൻ പബ്ലിക് ആക്കും, അല്ലെങ്കിൽ തൻ്റെ ആ പ്രോപ്പർട്ടി എൻ്റെ പേരിൽ എഴുതി തരും. അപ്പം അങ്ങനെ നമുക്കൊരാളെ പേടിപ്പിച്ചുകൊണ്ട് നമുക്ക് അയാളുടെ പ്രോപ്പർട്ടി നമ്മൾ എഴുതി വാങ്ങുന്നതിനെയാണ് എക്സ്റ്റോർഷൻ എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയണം. ഓക്കെ, എ പേഴ്സൺ ഈസ് പുട്ട് ഇൻ ഫിയർ. ഒരാൾ നമ്മൾ പേടിപ്പിച്ചു, അങ്ങനെ ആ പേടിയുടെ കാരണം അയാളുടെ ശരീരത്തിനോ അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കോ ഇഞ്ചറി ഉണ്ടാകും എന്നുള്ള പേടിയുടെ പുറത്ത് അയാൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എഴുതി തരുന്നു എന്നുള്ളതാണ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഇനി റോബറിയിലേക്ക് വരികയാണ്. റോബറി എന്ന് പറയുമ്പോൾ തെഫ്റ്റിൻ്റെയും എക്സ്റ്റോർഷൻ്റെയും അഗ്രവേറ്റഡ്, ഇതിൻ്റെ ഒരു കൂടിയ ഫോമിനെയാണ് നമ്മൾ റോബറി എന്ന് പറയുന്നത്. അപ്പോൾ റോബറിക്കുള്ളിൽ എന്തുണ്ട്? തെഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എക്സ്റ്റോർഷൻ ഉണ്ട്. എയ്തർ വൺ ഓഫ് ദം എന്തായാലും മസ്റ്റാണ്. അപ്പോൾ തെഫ്റ്റ് എങ്ങനെയാണ് റോബറി ആവുക? തെഫ്റ്റ് റോബറി ആവുന്നത് വളരെ സിമ്പിളാണ്. അതായത് തെഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ചെയ്യുമ്പോഴോ ചെയ്തിട്ട് രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ, തെഫ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വയലൻസ് ഉപയോഗിക്കുമ്പോൾ അതെന്തായി മാറുന്നു? അത് റോബറി ആവും. അതായത് തൊണ്ടി മുതൽ ദൃസാക്ഷി ഒന്ന് ആലോചിച്ച് നോക്കാം. അവിടെ മാല എടുത്തിട്ട് ആ മിണ്ടാണ്ട് വിഴുങ്ങി അവിടെ ഇരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് തെഫ്റ്റാണ്. പക്ഷേ അതേസമയം ഇവരെ പെട്ടെന്ന് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ആൾക്കാരൊക്കെ പിടിച്ചിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് അവൻ ഓടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അത് റോബറി ആവും. അല്ലെങ്കിൽ ഒരാളെ പിടിച്ച് 2 ഇടി കൊടുത്തിട്ട് മാല താടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോബറി ആകും. അല്ലെങ്കിൽ 2 അടി കൊടുത്തിട്ട് ബാഗ് താടാ, പൈസ താടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറും? ഇവിടെ എല്ലാം ഇത് റോബറിയാണ് സംഭവിക്കുന്നത്. കാരണം തെഫ്റ്റിൽ ഞാൻ പറഞ്ഞു സിമ്പിളാണ്, വയലൻസ് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ വയലൻസ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അത് റോബറിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാക്റ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റോർഷൻ എപ്പോഴാണ് റോബറി ആവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സെക്ഷനിൽ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമ്മൾ ഒരാളെ പേടിപ്പിക്കുന്ന ആളുടെ പ്രസൻസിൽ നമ്മളുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പേടി എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഫിയർ ഓഫ് ഹർട്ടാണ്. ഇപ്പോൾ നിനക്ക് അപകടം സംഭവിക്കാൻ പോവുകയാണ്, അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഡെലിവറി കിട്ടുന്നു. അങ്ങനെയെങ്കിൽ ഇതെന്താണ്? റോബറിയാണ്. എക്സ്റ്റോർഷൻ റോബറി ആകുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു അച്ഛനും മകളും നടന്നു വരുന്നു, പെട്ടെന്ന് കുട്ടീനെ പിടിച്ചു വെച്ച് കഴുത്തിൽ കത്തി വെച്ചിട്ട് നമ്മൾ പറയണം, പൈസ താ, നിൻ്റെ പേഴ്സ് താ, അല്ലെങ്കിൽ വാച്ച് താ, അല്ലെങ്കിൽ കുട്ടീനെ കൊല്ലും. ഇത് എക്സ്റ്റോർഷനായിട്ട് മാറുകയാണ്. ഓക്കെ, കാരണം പെട്ടെന്നുള്ള ഫിയറാണ്, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഡെത്ത് ഉണ്ടാക്കും. ഈ പറയുന്ന ഒഫൻഡർ നമ്മുടെ പ്രസൻസിലുണ്ട്, അയാൾക്ക് ദെൻ ആൻഡ് ദെയർ നമ്മൾ ഡെലിവറി കൊടുത്തു. ഇതെന്താണ്? ഇത് റോബറിയായി. എക്സ്റ്റോർഷൻ പേടിപ്പിച്ചാണ് നേടിയത്, പക്ഷേ ഓൺ ദ സ്പോട്ട് ഇൻസ്റ്റൻറ്റ് ഫിയർ അയാൾക്ക് അപ്പം തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു റോബറി ആയിട്ട് മാറുകയാണ്. എക്സ്റ്റോർഷൻ റോബറി ആകും. ഇനി എന്താണ് ഡെക്കോയിറ്റി വീണ്ടും സിമ്പിളാണ്. റോബറി 5 5-ൽ കൂടുതൽ ആളുകളോ ചേർന്ന് ഒരുമിച്ച് കമ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഡെക്കോയിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടതുള്ളൂ.
തെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരാളെ ഡിസോണസ്റ്റിൽ അയാൾ അറിയാണ്ടൊരു സാധനം എടുക്കുന്നു. എക്സ്റ്റോർഷൻ എന്ന് പറയുമ്പോൾ പേടിപ്പിച്ച് വാങ്ങുന്നു. ഈ പറഞ്ഞ സ്നാച്ചിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തട്ടിപ്പറിക്കുന്നു. തെഫ്റ്റ് ബൈ തട്ടിപ്പറിക്കലാണ്. മറ്റിടത്ത് റോബറിയിലേക്ക് വരുമ്പോഴത്തേക്ക് തെഫ്റ്റിൻ്റെ കൂടെ വയലൻസ് വരുന്നു. എക്സ്റ്റോർഷൻ്റെ കൂടെ പ്രസൻസ് ഓഫ് ദ ഒഫൻഡർ, ഇമ്മീഡിയറ്റ് ഡെലിവറി, ഇൻസ്റ്റൻറ്റ് ഹർട്ട്. ഇപ്പം പ്രശ്നമുണ്ടാകും എന്നുള്ള ഫിയറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ഈ റോബറി 5 കൂടുതൽ ആളുകളോ ചേർന്ന് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഡെക്കോയിറ്റി ആയി മാറും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കണം. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ്സും പല ടൈപ്പ് ഇല്ലുസ്ട്രേഷൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അത് കണ്ട് ആ ഇല്ലുസ്ട്രേഷൻസിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക പരീക്ഷയ്ക്ക്. നമുക്ക് ഈസി ആയിട്ട് എഴുതി പോരാവുന്നേ ഉള്ളൂ.